അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മുട്ടസൂയിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു കിഷ് യാത്ര നടത്തിയതിൻ്റെ, അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട്, അതായത് ബാക്കിയുള്ള ഭാഗത്തിൻ്റെ കുറച്ച് പാർട്ടായിട്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ സബ്സ്ക്രിപ്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യേണ്ട ഒരു പ്രചോദനം കൂടെ. കുറച്ച് സ്ലോ ആണ് ഇപ്പം ചെയ്യാൻ വേണ്ടി, പക്ഷേ ചില സാഹചര്യങ്ങളെല്ലാം കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വീണ്ടും ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഫ്ലൈറ്റിലെ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് അവർ പെർമിഷൻ തന്നില്ല, വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ക്യാമറ അവരെൻ്റെ വീഡിയോ എടുത്ത് അതിൻ്റെ അകത്തുള്ള എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കിഷിലേക്ക് അങ്ങനെയുള്ളൊരു കൺട്രി ആണല്ലോ, അപ്പോൾ അവരത് പെർമിഷൻ കൊടുക്കുന്നുണ്ടായില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ റൂമിലെത്തിയത്. അപ്പോൾ റൂമിലെത്തിയതിന് ശേഷമുള്ള റൂമിലെ ഭാഗങ്ങളും, പിന്നെ നമ്മളിവിടെ ഒരു ചെറിയൊരു ടൂർ പ്രോഗ്രാം പോലെ ഉണ്ടായിരുന്നു. 15 ദിനം മാത്രമുള്ള ചെറിയ അവർ കൾച്ചറലും അതുപോലെ അവരുടെ ഹെറിറ്റേജ് കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടൂറ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗങ്ങളും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ റൂമാണ്. കുഴപ്പമില്ലാത്ത റൂമായിരുന്നു, അതായത് കമ്പൈൻഡാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, കുറേ ആൾക്കാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷന് വേണ്ടിയിട്ട് മാത്രം പോകുന്നതാണല്ലോ. അപ്പോൾ അത് കാരണം അവർ പരമാവധി അവരെ സ്പേസ് യൂട്ടിലൈസ് ചെയ്ത്, ബിസിനസ്സാണല്ലോ ശരിക്കും, പക്കാ ബിസിനസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് അവർ പരമാവധി യൂസ് ചെയ്യുന്നത്. പക്ഷേ ബാത്റൂമും കാര്യങ്ങളെല്ലാം നല്ല പ്യുവർ ക്ലീൻ ആയിരുന്നു, അടിപൊളിയാണ്, അതിലൊന്നും കുഴപ്പമില്ല. പുറത്തെ വ്യൂ മനോഹരമായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടോളൂ. ഇപ്പം ഞാൻ അവിടെയുള്ള ടൂർ പ്രോഗ്രാം, അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇവിടുത്തെ ഈ കാഴ്ച കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ 15 ദിനം നിങ്ങൾ ഇവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളങ്ങനെ 3 വണ്ടി ഒരു സൗകര്യമുണ്ട്. അവരിങ്ങനെ പല സ്ഥലത്തും കൂട്ടിക്കൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരികയും ചെയ്യും. അതേസമയം നമുക്ക് കാണിക്കുകയും ചെയ്യും, ഇത് ഹെറിറ്റേജ് ആണ്, ഇവിടുത്തെ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ അതിൽ വന്ന കുറച്ച് ആൾക്കാർ ഇതിന് റെഡി ആയിരുന്നു. അപ്പോൾ 3 വണ്ടിയിൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വണ്ടി പുറപ്പെടാൻ വേണ്ടി ഞാൻ എല്ലാ വണ്ടികളും കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് കയറി നോക്കി നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കയറി നോക്കണം. അങ്ങനെ ഫസ്റ്റ് വണ്ടിയുള്ള ടീംസാണ് ഇത് മൊത്തം. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ദുബൈയിൽ നിന്ന് വന്ന എല്ലാവരും ഒരേ ഫ്ലൈറ്റിന് വന്ന ആൾക്കാർ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഫസ്റ്റ് വണ്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ 2 വണ്ടി കൂടെ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യാണ്, വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സ് ആരും കൂടെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായും സബ്സ്ക്രിപ്ഷൻ എനിക്ക് ആവശ്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അടുത്ത വീഡിയോ ചെയ്യാനോ അതുപോലെ തന്നെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഈ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എനിക്ക് കുറച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് തുടർന്നും ഇതേപോലെ തന്നെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. കുറേ ആൾക്കാർ ഇനിയും ഉണ്ട് വരാൻ വേണ്ടിയിട്ട്. മുന്നേ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്ക് പെട്ടെന്ന് തന്നെ റെഡിയാവും വിസ പോകാൻ വേണ്ടിയിട്ട്. അവർ വേഗം തന്നെ പുറപ്പെടും. ചില ആൾക്ക് ഇത് ചെറിയ എന്തെങ്കിലും കാരണം കൊണ്ട് 2-3 ദിവസം തങ്ങേണ്ടി വന്ന് പക്ഷേ നല്ല രസമുള്ളതാണ്. ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്ന് വെച്ചാൽ അതിമനോഹരമാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്കങ്ങനെ പുറത്ത് ഇറങ്ങേണ്ടി വന്നിട്ടില്ല. പിറ്റേന്ന് അന്ന് ഞാൻ വന്നതിൻ്റെ ആ ദിവസം കൊണ്ട് തന്നെ എൻ്റെ വിസ റെഡി. ഞാനിവിടെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വിസ റെഡി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് തിരിച്ചു പോകേണ്ട സമയമായി. അതുകൊണ്ട് തന്നെ ഒരു നൈറ്റ് ഇതിൽ എനിക്ക് അങ്ങനെ പുറത്തിറങ്ങാൻ വന്നിട്ടില്ല. പിന്നെ അതുമല്ല അജ്ജില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അത്രയും ഇറങ്ങി കുറച്ച് ഇതിൻ്റെ ചുറ്റുവട്ടം മാത്രമുള്ള ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ അത് ചെയ്യിക്കണം. പക്ഷേ മനോഹരമായ കുറച്ച് വ്യൂസ് ഉണ്ട് ഇവിടെ. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പം പോകുന്ന ഒരു ടൂർ ഏരിയയിൽ ശരിക്കും ഒരു കടലിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള കുറച്ച് പാർട്ടുകളെല്ലാമായിട്ട് വളരെ. ഇതൊരു ഐലൻഡാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ചുറ്റുവട്ടം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഐലൻഡ് കൂടിയാണ്. ശരിക്കും ഒരു ചെറിയ ഏരിയയേ ഉള്ളൂ. ഒരു ചെറിയ നമ്മളെ കേരളത്തിൻ്റെ കാഭാഗം പോലും ഉണ്ടോ എന്ന് സംശയമാണ്. അത്രയും ചെറിയൊരു ഏരിയ ആണ് ഇവിടെ ഉള്ളത്. ഓൺലി മെയിൻ വരുമാനം ഇവരെ ഫിഷിങ്ങും അതുപോലെ തന്നെ ഇതുപോലുള്ള ആക്ടിവിറ്റീസുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാമായിരിക്കുമല്ലോ എത്രമാത്രം ഇതിൻ്റെ ഒരു ഇതുണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് പക്ഷേ മോശമില്ലാത്ത ഒരു ചുറ്റുപാടും കാര്യങ്ങളും നല്ല റോഡുകൾ എല്ലാം ശരിക്കും ഒരു ദുബൈയുടെ പോലെ തന്നെയുള്ള റോഡുകളും കാര്യങ്ങളെല്ലാം സെറ്റപ്പ് തന്നെയാണ്. ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം വെച്ചാൽ നല്ല പോഷും എല്ലാം തന്നെയാണ്. പക്ഷേ ചെറിയൊരു ഏരിയ അത്ര ചെറിയൊരു വലിയ വാസമായിട്ടുള്ള ഒരു ഏരിയയില്ല, ചെറിയ ഏരിയ ആണ്. അപ്പോൾ നമ്മളങ്ങനെ ഈ ഹെറിറ്റേജ് അതിൻ്റെ ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും ചുറ്റുപാട്ടുള്ള കാഴ്ചകൾ ശരിക്കും റൗണ്ട് അബൌട്ട് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമ്മളെ GCC കൺട്രീസിൻ്റെ അതേ മോഡലുള്ള ആ ബിൽഡിംഗ് രീതി തന്നെയാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും നല്ല പാർക്കുകൾ, അതുപോലെ തന്നെ ഇവിടെയും ദുബൈയിലെല്ലാം നിങ്ങൾക്ക് കാണല്ലോ തൊട്ട് പാർക്കുകൾ, അതുപോലെ തന്നെ ആക്ടിവിറ്റീസും കാര്യങ്ങളും മാളും അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പ്ലേസ് തന്നെയാണിത്. മനോഹരമാണ് ശരിക്കും. നല്ല ചുറ്റും നല്ല അലങ്കരിച്ചും കാര്യങ്ങളെല്ലാം ഇതാക്കാൻ ശരിക്കും ഒരു നമ്മൾ 1-2 ദിവസത്തെ പെരുന്നാൾ ഇതെല്ലാം വരുന്ന സമയത്ത് ഒരു 3-4 ദിവസം അവധി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അതായത് ദുബൈയിലുള്ള ആൾക്കാർ
മറ്റ് പല സ്ഥലത്തും പോകുമല്ലോ നമ്മൾ, ഒമാൻ അതുപോലെല്ലാം പോകുമ്പോൾ ഹത്തെല്ലാം പോകുന്നതിന് പകരം വരാൻ പറ്റിയ ഒരു നല്ല ഏരിയയാണ്. ശരിക്കും മെയിൻലി ആൾക്കാർ ഈ വിസ ചേഞ്ചിന് വേണ്ടി മാത്രമാണ് അധികവും, നമുക്കറിയാവുന്നത് ആ ഒരു രീതിയാണ്. എത്ര ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ഇങ്ങനെ നമുക്കൊരു ടൂർ പ്രോഗ്രാമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണ്. വന്ന ഉടർക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നുകൂടി വരണമെന്നുണ്ട്. ഇതൊരു ടെൻഷനും കാര്യങ്ങളിലായിട്ട് വന്നത് കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടി വരണം എന്ന് ഇപ്പോൾ എനിക്കുണ്ട്. ഇനി ഏതെങ്കിലും പെരുന്നാളെല്ലാം വരികയാണെങ്കിൽ ഒരു ടൂർ മൂഡിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടൊന്ന് എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നോക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, അതാണെങ്കിൽ ഞാൻ കൃത്യമായി നല്ല എല്ലാ ഡീറ്റെയിൽ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ മനോഹരമായ ഒരു യാത്രയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് എല്ലാവരുടെ അടുത്തും. അപ്പോൾ വീണ്ടും